ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ താലപ്പൊലി കാണാൻ പോകുവാണ്. താലപ്പൊലി നമ്മുടെ അമ്പലത്തിലേക്കാണ്. പിന്നെ ശിവക്കുട്ടനെ ഒരുക്കുന്ന കാര്യമാണ് ഏറ്റവും പാട്. അവൻ ഒരുവിധം ഒരുക്കി നിർത്തി നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഞാനും നിതിനും കൂടി കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. കാത്തു നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, മോള് താല എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ താലപ്പൊലി നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിതിൻ താമസിച്ച് വന്നതുകൊണ്ട് തന്നെ മണിയായി എങ്കിലും മാക്സിമം കൊണ്ടുവന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ ചെണ്ടകൊട്ടും ആ ഒരു ആരവും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പുറകെ നമ്മുടെ ഓരോരോ വിഗ്രഹങ്ങളുടെ, ഇപ്പം നടരാജ വിഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ മുരുകൻ്റേത്, നമ്മുടെ സരസ്വതി ദേവി, കാളി ഭഗവതി, എല്ലാ ഒരു ദൈവങ്ങളുടെയും ഓരോരോ രൂപങ്ങളായിരുന്നു കേട്ടോ നമ്മുടെ തെക്കേ ചെരുവാരത്തിൻ്റെ താലപ്പൊലികൾ ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാ വർഷം 30-31 ഡിസംബർ 30-31 തീയതി നടത്തുന്നതാണ് കേട്ടോ നമ്മളിത്. അപ്പം സത്യം പറഞ്ഞാൽ നമുക്കിതൊരു ആഘോഷം തന്നെയാണ്. കാരണം നമുക്കൊരു ചെറുപ്പുണ്ട് 16 ദിവസം നീണ്ടു നിൽക്കുന്ന. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ഈ താലപ്പൊലി, അതിനുശേഷം വരുന്നത് നമ്മുടെ പിന്നെ ഞങ്ങൾക്ക് ഉത്സവങ്ങളുടെ ഒരു മേളം തന്നെയാണ്. നമ്മുടെ ആലപ്പുഴക്കാർക്ക് അത് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ചെറുപ്പ്, ന്യൂ ഇയർ, അർത്തിങ്കപ്പള്ളിയിലെ പെരുന്നാൾ, അതുപോലെ കണിച്ചുളങ്ങര മഹോത്സവം, ചിക്കര, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ അമ്പലങ്ങളുടെയും നമ്മുടെ വലിയ അമ്പലങ്ങളുടെയൊക്കെ ഉത്സവങ്ങൾ, അങ്ങനെ ഒരു ഘോഷം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ അങ്ങനത്തെ ആ രൂപങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഇവർ ഈ പാട്ടിനൊത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ താലപ്പൊലിയിലെ നമ്മുടെ ദേശ താലപ്പൊലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് താലം ഉണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റുന്നവരൊക്കെ നമ്മളിത് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ നിതിനും കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തുള്ളവർ തന്നെയാണ്. അങ്ങനെ അവരെ സംസാരിക്കുകയാണ്. പിന്നെ നമ്മളിതേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, താലം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അരിത്താലം, പഴത്താലം, പൂത്താലം, ഭസ്മത്താലം, പിന്നെ കുങ്കുമത്താലം, അങ്ങനത്തെ ഒത്തിരി താലങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തെക്കേ ചെരുവാരത്തിൻ്റെ ദേശത്താലപ്പൊലിക്ക് കുറച്ചുകൂടി നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു അമ്മൻകുടം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മൻകുടം എന്നല്ല ഇതിന് പറയുന്നത്, എനിക്ക് കറക്റ്റ് പേരറിയില്ല കേട്ടോ. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണേ. അതിലെനിക്ക് കുറച്ചും കൂടി കൗതുകം തോന്നിയത് ഇത് കണ്ടോ, ഗരുഡം പയറ്റിലാണ് ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ നാക്ക് വെച്ചിട്ട് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിടന്നിട്ട് എടുക്കുന്നതായിട്ട്, അതായത് ഇങ്ങനെ നാവ് കൊണ്ട് എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ ശിവക്കുട്ടനാണെങ്കിൽ മാമൻ്റെ കൂടെ മാമൻ കൊണ്ടുപോയിട്ടുണ്ട് മുന്നേ. പിന്നെ നല്ല അടിപൊളി ഡാൻസാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ പറ്റില്ല, നമ്മുടെ ചേട്ടനും ചേച്ചിയാണ്. ഞാനത് അറിയാതെ അങ്ങനെ നടപ്പ് എടുത്തേണ്. പിന്നെ നമ്മുടെ ഓരോ വീട്ടിലും ഇതേപോലെ വിളക്ക് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കാണാൻ രസമാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിരുന്നു നമ്മുടെ ദേശത്താലപ്പൊലി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. നമുക്ക് വീണ്ടും കാണാം. കാണുന്നതുവരെ ടാറ്റാ.